ഇന്ന് സംസാരിക്കാനുള്ളത് എൻ്റെ കുടുംബക്കാരോടാണ്. എൻ്റെ കുടുംബക്കാരോടുള്ള സംസാരം എന്തിനൊരു ഖുതുബയിൽ പറയണമെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം കുടുംബമുള്ളവരാണ്. ഒരുപാട് കുടുംബക്കാരുള്ള, അടുപ്പമുള്ള ബന്ധങ്ങളുള്ളവരാണ്. ഇത് നമുക്കവരോട് കൈമാറാനുള്ള സന്ദേശമാണ്. ഇതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഖാലു മഅ്സിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. നമുക്ക് അല്ലാഹുവിൻ്റെ മുന്നിൽ ഉദ്റു പറയാനാണ്. ഈ സന്ദേശം എത്തിച്ചിട്ടുണ്ട് എന്ന് നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് പറയാനാണ്. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നാളെ പരലോകത്ത് നമ്മുടെ നേരെ വിരൽ ചൂണ്ടാതിരിക്കാനാണ്. നമുക്കൊരുപാട് പ്രിയമാണ് നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ ബന്ധുക്കളെ. പക്ഷെ ആ ബന്ധങ്ങളോ നമ്മുടെ സമ്പത്തോ ഒന്നും പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, ഇതൊന്നും ആ ദിവസത്തിൽ ഉപകാരപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹിക്കുന്നവർ നാളെ പരലോകത്ത് അവർ പ്രയാസപ്പെടരുത്. ബന്ധങ്ങൾ ഉപകാരപ്പെടാത്ത ആ ദിവസത്തിൽ നമ്മളേറെ സ്നേഹിക്കുന്നവർ നരകത്തിലേക്ക് എറിയപ്പെടരുത് എന്ന ഗുണകാംക്ഷ കൊണ്ടാണ് ഈ സന്ദേശം നമ്മുടെ കുടുംബത്തിന് കൈമാറണം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സുവരെ കുടുംബത്തിന് പ്രിയപ്പെട്ടവനാണ്. അവർക്കെല്ലാം എല്ലാമാണ്. ആ നാട് ഒന്നടങ്കം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത് അൽ അമീൻ എന്നാണ്. മറിച്ചൊരഭിപ്രായം അവർക്കിടയിൽ ആർക്കുമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന ഇറങ്ങുകയാണ്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നബിയെ താക്കീത് നൽകണം. കുടുംബബന്ധം തകരും, മുത്താപ്പയും എളാപ്പയും എതിരാകും, എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്കെതിരാകും, അതുകൊണ്ട് മൂടി വെക്കണം എന്നല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചത്. ഇത് ബാധ്യതയാണ്. കുടുംബം എതിരായാലും കുടുംബത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ സത്യം ജനങ്ങളോട് പറഞ്ഞേ തീരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കുടുംബത്തെ മുഴുവൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, ഭക്ഷണം നൽകി, നല്ല പാനീയങ്ങൾ ഒരുക്കി, തൻ്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആരംഭിക്കുകയാണ്. അബൂലഹബ് പ്രതികരിച്ചു. അവരൊന്നടങ്കം ഇറങ്ങിപ്പോയി. രണ്ടാമതും കുടുംബത്തെ വിളിച്ചു. കുടുംബത്തോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ എന്ത് തിന്മകൾ നടക്കുമ്പോഴും, എത്ര ശക്തമായ ശിർക്ക് കാണുമ്പോഴും കുടുംബമല്ലേ, പ്രിയപ്പെട്ടവരല്ലേ എന്ന് കരുതി മിണ്ടാതിരിക്കലല്ല. അവരോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ? അവരെ തൗഹീദിലേക്ക് വിളിക്കാൻ, നരകത്തിൻ്റെ വടിയിൽ നിന്ന് സ്വർഗത്തിൻ്റെ വടിയിലേക്ക് ക്ഷണിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും വിളിച്ചു. സൊഫയുടെ മുകളിൽ കയറി, വാ സ്വബാഹ, ഇതാ ഒരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കുടുംബത്തിലെ ഓരോ ആളുകളെയും വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ സന്ദേശം, തൗഹീദിൻ്റെ സന്ദേശം തൻ്റെ കുടുംബത്തോട് പറയുകയാണ്. അന്നു മുതലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കപ്പെട്ടത് 5 വക്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിലല്ല. 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കുന്നത് ഇസ്രാ മിഅ്റാജിലാണ്. നോമ്പിൻ്റെ വിഷയത്തിലല്ല. നോമ്പ് മദീനയിലാണ്. റമദാനിലെ നിർബന്ധമായ നോമ്പ് മദീനയിലാണ്.
സക്കാത്ത് നിർബന്ധമാക്കുന്നത് മദീനയിലാണ്, ഹജ്ജ് നിർബന്ധമാക്കുന്നത് മദീനയിലാണ്. എന്തുകൊണ്ട് കുടുംബമെതിരായി? ഒരൊറ്റ വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തോട് നമ്മൾ പറയണം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്, സൂര്യനെ സൃഷ്ടിച്ചത്, ചന്ദ്രനെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് യുവഹിദൂൻ, അള്ളാഹുവിനെ ആരാധനയിൽ ഏകനാക്കാനാണ്. അള്ളാഹുവിനെ ആരാധനയിൽ ഏകനാക്കാനാണ്. തൗഹീദിന്റെ വിഷയത്തിൽ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമില്ല. ക്രൈസ്തവരുടെ ത്രിയേകത്വം പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരിക്കലും തിരിയാത്ത ഒരു ഉട്ടോപ്യ അല്ല ഇസ്ലാമിലെ തൗഹീദ്. മതരാഷ്ട്രവാദികൾ പറയുന്നത് പോലെ അനുസരണ, അടിമവേല, ആരാധന അങ്ങനെ തിരിയാത്ത ഒന്നല്ല ഇസ്ലാമിലെ തൗഹീദ്. ഇസ്ലാമിലെ തൗഹീദ് കൃത്യമാണ്, 100% ക്ലാരിറ്റി ഉള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിട്ടേച്ചു പോയത് തെളിച്ചമുള്ള പാതയിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ. ഇതിലേതു പദമാണ് മുസ്ലിം സമുദായത്തിന് അർത്ഥമറിയാത്തത്? ഇതിലേത് ലഫ്ളാണ് ഈ ഉമ്മത്തിന് അർത്ഥമറിയാത്തത്? മൻ മാത, ഒരാൾ മരണപ്പെട്ടു, വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ, അല്ലാഹുവിന് പുറമെ ഒരു പങ്കാളിയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദുആ ചെയ്തുകൊണ്ട്, ദഖലൻ നാർ, അവൻ നരകത്തിലാണ്. നമസ്കാരം കൊണ്ട് കാര്യമുണ്ടാകില്ല പ്രിയമുള്ളവരെ, സക്കാത്ത് കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. നമ്മുടെ സ്വതക്കയോ മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ ഇതൊന്നും വിഷയമല്ല. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, ദഖലൻ നാർ, അവന്റെ സ്ഥാനം നരകത്തിലാണ്. ഇത് പറയണം കുടുംബത്തോട്. നമ്മുടെ കുടുംബത്തിൽ ഇന്നുമുണ്ട് പല ആളുകൾ പ്രതിസന്ധി വരുമ്പോൾ അവരുടെ നാവിൽ നിന്ന് ഉയരുന്നത് ബദരീങ്ങളെ എന്നാണ്, മമ്പുറത്തെ തങ്ങളെയാണ് വിളിക്കുന്നത്, മുഹിയദ്ദീൻ ശൈഖിനെയാണ് വിളിക്കുന്നത്, മരണപ്പെട്ടുപോയ മനുഷ്യരെയാണ് അവർ വിളിക്കുന്നത്. സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. പറയുന്നത് ഖുർആനാണ്, അല്ലാഹുവിന്റെ കലാമാണ്. നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബൂ ലക്കും, ഇനി ഒരു വാദത്തിന് വേണ്ടി കേൾക്കും എന്ന് സമ്മതിച്ചാൽ തന്നെ മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്യുന്ന അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ഈ പ്രവർത്തനമുണ്ടല്ലോ, ഖിയാമത്തു നാളിൽ അവർ നിഷേധിക്കും. ഒരു ബദരീങ്ങളും പരലോകത്ത് ഉപകാരപ്പെടില്ല. ഒരു തങ്ങളും ഒരു ഹോജയും ഒരാളും പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. ഒരു ചരടും ഒരു ഏലസും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ഏലസ് കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തു. എത്ര കൃത്യമാണ് ഇസ്ലാമിലെ തൗഹീദ്, എത്ര വ്യക്തമാണ് ഇസ്ലാമിലെ തൗഹീദ്. ആ ശിർക്കുമായി മരണപ്പെട്ടാൽ, മൻ മാത യുശ്രികു ബില്ലാഹി ശൈആ ദഖലൻ നാർ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്തു മരണപ്പെട്ടാൽ ദഖലൻ നാർ, നരകത്തിൽ പ്രവേശിക്കും. ഇത് നമ്മൾ പറഞ്ഞേ തീരൂ. ഇത് മറച്ചുവെക്കാൻ എങ്ങനെ കഴിയും? നമ്മൾ എന്തുകൊണ്ടാണ് കുടുംബ സന്ദർശനം നടത്തുന്നത്? നമുക്കിഷ്ടമാണ്, നമുക്ക് സ്നേഹമാണ്. പക്ഷെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു പരിക്കു പറ്റിയാൽ നമ്മുടെ മനസ്സു വേദനിക്കില്ലേ? നാളെ പരലോകത്തിലെത്തി അത് ദുനിയാവിനേക്കാൾ 10 മടങ്ങ് ശക്തമാണ്. നമ്മുടെ കുടുംബത്തിന് നമ്മൾ അറിയിച്ചു കൊടുക്കണം, ചോദിക്കണം. ഖുർആനിൽ എവിടെയെങ്കിലും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥനയുണ്ടോ? ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനകളില്ലേ?
ഏറ്റവും ഉന്നതമായ ഒരു പ്രാർത്ഥന യൂനുസ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചില്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ലഫ്ളുകൾ ഉണ്ടോ? രക്ഷിക്കണേ, സഹായിക്കണേ, കേസിലാക്കി തരണേ ഉണ്ടോ? ഇല്ലല്ലോ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മനസ്സിന്റെ തേങ്ങലറിയുന്നവനാണ് റബ്ബ്. നമ്മുടെ ആ ഉള്ളുലയുന്നത്, ആ ഉള്ള് കരയുന്നത് അതറിയുന്നവനാണ് റബ്ബ്. യൂനുസ് നബിക്ക് വേണ്ടി വന്നിട്ടില്ല പടച്ചോനെ രക്ഷപ്പെടുത്തണേ ചോദിക്കേണ്ടി വന്നിട്ടില്ല, അറിയും ആ റബ്ബ്. നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട്? എവിടെ നിന്നാണ് യൂനുസ് നബി അലൈഹി സ്വലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? മത്സ്യത്തിന്റെ വയറ്റിൽ. മത്സ്യത്തിന്റെ വയറ്റിൽ. മത്സ്യം എവിടെയാണ്? സമുദ്രത്തിന്റെ അടിത്തട്ടിൽ. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ, മത്സ്യത്തിന്റെ വയറ്റിൽ. അതിന് മുകളിൽ എത്ര ലോകമുണ്ട്? അതിന് മുകളിൽ ഒന്നാം ആകാശം. വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബീഹ്. ഒന്നാം ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ. ഒന്നാം ആകാശത്തിലാണ് അള്ളാഹു നക്ഷത്രങ്ങളെ സംവിധാനിച്ചത്. അതിലൊരു നക്ഷത്രം സൂര്യൻ. ആ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 8.20 മിനിറ്റാണ്. 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തുക. ആ സൂര്യന്റെ അരികിലുള്ള അടുത്ത നക്ഷത്രത്തിലേക്കുള്ള അകലം 4.24 പ്രകാശവർഷമാണ്. സൂര്യൻ കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രം 4.24 പ്രകാശവർഷം അകലെയാണ് അടുത്ത നക്ഷത്രം. അങ്ങനെയുള്ള എത്ര കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഒന്നാം ആകാശത്ത്. ഒന്നാം ആകാശത്തിൽ നിന്ന് രണ്ടാം ആകാശത്തിലേക്ക് അത്ര തന്നെ ദൂരമുണ്ട്. 2-ൽ നിന്ന് 3-ലേക്ക്, 3-ൽ നിന്ന് 4-ലേക്ക്, അങ്ങനെ 7 ആകാശങ്ങൾക്കിടയിലുള്ള അകലം തുല്യമാണ്. 7 ആകാശത്തിനു മുകളിൽ കടലാണ്. ആ കടലിനു മുകളിൽ അർശാണ്. അർശും ഈ പ്രപഞ്ചവും തമ്മിൽ അതിൻ്റെ അളവ് നോക്കിയാൽ ഈ മഹാപ്രപഞ്ചം, സൂര്യൻ, ചന്ദ്രൻ എല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചം ഒരു മോതിരത്തിന്റെ വലിപ്പാണ്. അർശോ മരുഭൂമിയോളം വിശാലമാണ്. ആ അർശിന്റെ മുകളിലാണ് അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവാ. ആ റബ്ബിനെ വിട്ടുകൊണ്ടാണോ? ആ റബ്ബിനെ വിട്ടുകൊണ്ടാണോ കോഴിക്കോട് മറമാടി കിടക്കുന്ന, മമ്പുറത്ത് കിടക്കുന്ന, ഭീമാപള്ളിയിൽ കിടക്കുന്ന ഏതെങ്കിലും സാധുക്കളായ മനുഷ്യരുടെ നേരെ കൈകൾ നീട്ടുന്നത്? അർശിനുപരിയിൽ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിങ്ങൽ അറിയുന്ന റബ്ബിനെ, ആ റബ്ബിനെ മനസ്സിലാക്കാതെ, സമീയായ ആ റബ്ബിനെ അറിയാതെ എങ്ങനെയാണ് മറ്റു മനുഷ്യരിലേക്ക് കൈകൾ നീട്ടാൻ സാധിക്കുന്നത്? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്തേ നിങ്ങൾ അല്ലാഹുവിനൊരു ഗാംഭീര്യം നൽകുന്നില്ലേ? ആ റബ്ബിന് എന്താണ് ഒരു വഖാർ നൽകാത്തത്? പ്രിയമുള്ളവരെ, ആ റബ്ബിൽ വിശ്വസിച്ചവന് എന്ത് നിരാശയാണുള്ളത്? അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തോട് ഈ ആദർശം അത് തുറന്നു പറയാൻ കഴിയണം. ചോദിക്കണം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. അടിമക്ക് അല്ലാഹു പോരെ? അല്ല ചോദിച്ചതാണ്. അല്ല ചോദിച്ച ചോദ്യാണ്. അല്ലാഹു പോരെ? നമുക്ക് മറുപടി പറയാൻ കഴിയണം, ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്. പ്രിയമുള്ളവരെ, ഇതാണ് തൗഹീദ്. ഈ തൗഹീദ് നമ്മുടെ കുടുംബത്തിന് കൈമാറണം. ഇതാണ് നമ്മളോട് പ്രഖ്യാപിക്കാൻ പറയുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചോനെ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന്. പരലോകത്ത്
അതൊക്കെ പടച്ചോനെ കണ്ട് പുറത്തു തരും, അതൊക്കെ അല്ലാഹ് മാപ്പാക്കും എന്ന് പറഞ്ഞ് ഉദ്ർ കിട്ടൂല. പലരും അങ്ങനെയാണ്, ഇങ്ങനെ പോയാൽ മതി. ഇതൊന്നൊരു വിഷയമല്ല, തൗഹീദ് വിഷയമല്ല. നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തൗഹീദിനാണ്. 950 വർഷക്കാലം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ വിഷയം തൗഹീദാണ്. ഖുർആനിന്റെ 1/3 തൗഹീദാണ്. തൗഹീദിനാണ് ഈ സൂര്യൻ, തൗഹീദിനാണ് ഈ ഭൂമി, തൗഹീദിനാണ് രാപ്പകലുകൾ. അതുകൊണ്ട് പരലോകത്തെത്തിയാൽ പടച്ചോൻ കൈച്ചിലാക്കും എന്നല്ല മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് പറയും വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഈർ. അന്ന് കേട്ടിരുന്നെങ്കിൽ, അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ നരകക്കാരിൽ ഞങ്ങൾ പെടില്ലായിരുന്നു എന്ന് പറയും. കുടുംബത്തിന് ഖുർആനിന്റെ പരിഭാഷ കൊണ്ടുപോയി കൊടുക്കണം, വായിച്ചു നോക്കാൻ പറയണം. എവിടെയെങ്കിലും റബ്ബി അല്ലാഹുമ്മ റബ്ബന എന്നല്ലാത്തൊരു വിളിയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകൾ കാണിച്ചു കൊടുക്കണം. എവിടെയെങ്കിലും തൗഹീദിനെതിരായ ഒരു വിളിയുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആദർശം നമ്മുടെ കുടുംബത്തിന് കൈമാറണം. നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഉദ്ർ പറയാനാണ്. ഒരാളും നാളെ പരലോകത്ത് അവന് സൽക്കാരത്തിനുണ്ടായിരുന്നു, തക്കാരത്തിനുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലുണ്ടായിരുന്നു, തൗഹീദ് മാത്രം പറഞ്ഞു തന്നില്ല എന്ന് നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥയുണ്ടാകരുത്. അല്ലാഹു നമ്മുടെ കുടുംബത്തിലേക്ക് ദീനെത്തിക്കാൻ, അവരുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അല്ലാഹു കാരണമാക്കി തീർക്കുമാറാകട്ടെ.